നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നത് കുറച്ച് ലെസ് ഓയിൽ ആയിട്ടുള്ള സ്നാക്സുമായിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ലെസ് ഓയിൽ സ്നാക്സ്. ഒന്നല്ല, 4 എണ്ണമുണ്ട്. എല്ലാവരും കണ്ടു നോക്കൂ. അധികം ഓയിൽ ഉപയോഗിക്കുന്നതൊന്നും നല്ലതല്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടു നോക്കൂ. സ്നാക്ക് ഒരു ഹരാബര കബാബാണ് കേട്ടോ. വളരെ ഓയിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയ ഒരു സ്നാക്കാണ്. ഹരാബര കബാബ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം ഒഴിക്കുന്നത് കേട്ടോ. നെയ്യൊന്ന് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക്, 1 ടീസ്പൂണോളം ജിഞ്ചറും ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ, നോ പ്രോബ്ലം. ഇനി അതിനെ നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് ഒനിയനാണ് ഇട്ട് കൊടുക്കുന്നത്. ഒനിയനും ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇനി അതിലേക്ക് 1 കപ്പ് പാലക്ക് ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാലക്കൊന്ന് വേവുന്ന വരെ നമുക്ക് അതിനൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കാം. പാലക്ക് ഒരുപാടായ നമ്മുടെ ടിക്കിക്ക് ഒരു ടേസ്റ്റ് സോഗി ടേസ്റ്റ് ആയി മാറും കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് മല്ലിടയിലയും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ മല്ലിടയിലേക്കുടെയൊക്കെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുക കേട്ടോ. പാലക്കും മല്ലിടയിലേക്ക് ഇതൊന്നും കൂടി അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം നല്ലവണ്ണം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, ഒരു 1/2 ടീസ്പൂൺ ആംചൂർ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഇനി അതിലേക്ക് 1 കപ്പ്, ഒരു 3 പൊട്ടറ്റോ വേവിച്ചതിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാണ്. അതിനെ നന്നായി ഒന്ന് മാഷ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് മല്ലിടയിലയും പിന്നെ കുറച്ച് കസൂരി മെത്തിയും നന്നായിട്ട് കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഹരാബര കബാബ് പറഞ്ഞിട്ട് എന്താ പച്ച ഇല്ലാത്തതെന്ന് വിചാരിക്കേണ്ട. നമ്മൾ കളറൊന്നും അധികം ചേർക്കാത്തത് കൊണ്ടാണ്. ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഇതിന് കബാബ് ഉണ്ടാക്കണം. അപ്പൊ നോക്കുമ്പോൾ ഇതിൽ കുറച്ചൊരു വാട്ടർ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് കുറച്ച് നല്ലവണ്ണം ടൈറ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം കേട്ടോ. ഇത് ടൈറ്റ് ആവുന്നവരെ നമുക്ക് കുറച്ച് അരിപ്പൊടിയും ബ്രെഡ് ക്രംസും ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ബ്രെഡ് ക്രംസ് ഇതാ നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി അതിനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് ഡീപ് ഫ്രൈ അല്ല ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ അത് ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഉരുട്ടി ചെറുതായിട്ട് നമുക്ക് കബാബ് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇതിൽ എരിവോ പുളിയോ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാട്ടോ. അപ്പൊ ഇനി ഇതുപോലെ തന്നെ മറ്റുള്ളതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഒരുപാട് ഓയിലിന്റെ ആവശ്യമില്ല. അതിന് ഇത് ഈവനിങ് സ്നാക്ക് ആയിട്ട് പിന്നെ ഈ കബാബ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡിനുള്ളിലൊക്കെ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആയിട്ടോ ബർഗറിന്റെ പോലെയായിട്ടോ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പൊ ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് മുകളിൽ കുറച്ച് ഓയിൽ വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം. എണ്ണ ഒഴിച്ചില്ലെങ്കിലും ഒരു പ്രോബ്ലവും ഇല്ല. ഇതെല്ലാം തന്നെ കുക്ക്ഡ് ആയതുകൊണ്ട് അധിക ടൈം എടുക്കില്ല കുക്ക് ആവാനായിട്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിയാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ ഇതിനെ ഒന്ന് മറിച്ചിടുന്നുണ്ട്. വളരെ പെട്ടെന്ന് എന്നാൽ ഹെൽത്തിയുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ എനിക്ക് പൊട്ടറ്റോ പൊതുവെ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ കുറച്ച് വാട്ടർ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നോർമലായിട്ട് കട്ട് ചെയ്ത് വേവിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ എനിക്ക് ആ വെള്ളത്തിന്റെ കണ്ടന്റ് കുറവായിട്ട് ഫീൽ ചെയ്തത്. ഇപ്പൊ ഇതാ 2 സൈഡും സൂപ്പറായി വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹരാബര കബാബ് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓഫ് ചെയ്ത് ഞാൻ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് കൊറിയാൻഡർ ചട്നിയുടെ കൂടെയോ അല്ല എങ്കിൽ നിങ്ങൾക്ക് സോസിന്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാട്ടോ. ഇനി അടുത്ത റെസിപ്പിയിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ട അറിയിക്കാൻ മറക്കരുത്. ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യൂ. അടുത്ത റെസിപ്പി മുതിരിയും കപ്പയും കൂടെയുള്ളൊരു കട്ട്ലറ്റ് ആണ് കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ്.
അപ്പം നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക പാനിലേക്ക്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് 1 ടേബിൾ സ്പൂൺ, ഒരു 1.5 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ജിഞ്ചറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ ജിഞ്ചറാണ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഇഞ്ചിയുടെ ഫ്ലേവർ കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിനെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് യോജിപ്പിക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് ഒനിയൻ ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനെയും നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുള്ള കരുവേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരു നാടൻ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. നന്നായി ഒന്ന് സോട്ടായി ഒരു ഗോൾഡനിഷ് ആവാറായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് 2 ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മുതിര വളരെയധികം ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. വളരെ പ്രോട്ടീൻ റിച്ച് ആണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് മുതിര. അപ്പൊ ഇതാ നന്നായി സോട്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മുതിരയാണ് ഇട്ട് കൊടുക്കുന്നത്. പാലക്കാട് ഇതിന് കൊള്ളം എന്നൊക്കെ പറയും കേട്ടോ. ഇനി അതിനെ നന്നായി ആ വെള്ളം ഒന്ന് പോകുന്നവരെ നമുക്ക് കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതിലത്തെ വെള്ളം ഒട്ടുമില്ലാത്ത വിധത്തിൽ നമ്മളാക്കാം. ഇപ്പൊ ഇതാ ആയി ഒരു ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. ഇനി അതിലേക്ക് കുറച്ച് കപ്പ വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കപ്പയിൽ ഓൾറെഡി ഞാൻ കുറച്ച് ഉപ്പും എരിവും ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി യോജിപ്പിക്കാം. ഇതിൽ അരിപ്പൊടി ഒന്നും തന്നെ ആവശ്യം വരില്ല കപ്പ ഇടുന്നത് കൊണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഇതൊരു ഡയറ്റ് ഫ്രണ്ട്ലി റെസിപ്പി കൂടി ആയിരിക്കും. ഇതൊരു ഡിന്നർ ആയിട്ടൊക്കെ തന്നെ കഴിക്കാം. അത്രയും ഹെൽത്തി നല്ല ഹെവി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ് ഇത്. ഇപ്പൊ ഇതാ മാഷ് ചെയ്ത് എല്ലാറ്റിനെയും യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതിനെ റൗണ്ട് ആക്കി എടുക്കാം. എപ്പോഴും നമ്മൾ ടിക്കിയും കട്ട്ലറ്റും പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള മിക്സ് തണുക്കാൻ വെക്കണം കേട്ടോ. അപ്പോഴേ നന്നാവുള്ളൂ. കണ്ടോ, ഇത് നല്ലവണ്ണം ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ കയ്യിൽ ഒട്ടും തന്നെ വാട്ടർ കണ്ടന്റ് ഇല്ല. എങ്ങാനും വാട്ടർ കണ്ടന്റ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി എന്തെങ്കിലും ചേർത്ത് മിക്സ് ചെയ്ത് അതിന്റെ ആ വാട്ടർ കണ്ടന്റ് കളഞ്ഞാൽ മതി കേട്ടോ. ഇതിനെ നന്നായി ഉരുട്ടി ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റുള്ളത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഇതാ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഇതേപോലെ തന്നെ ഓയിലാക്കി കൊടുക്കുക. വളരെ കുറച്ച് ഓയിൽ മതി. ഇതേമാതിരി ഡ്രിസിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഫ്രൈ ചെയ്യുന്നവർക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടില്ല എന്ന് മാത്രം. ഇതും മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇപ്പൊ ഇതാ ഒരുവിധം ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിനെ മെല്ലെ മറിച്ചിടാൻ നോക്കാം. ഇത് കപ്പട ഇതായതുകൊണ്ടാണ് അതിൽ ആ വെളുത്ത കളർ ഇരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇതെങ്ങനത്തെ ഒരു ഇതിൽ വന്നിരിക്കുന്നത്. അധികം ഓയിലില്ല. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. ഇത് ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് വെറൈറ്റിയിലോ ഒക്കെ തന്നെ ഇത് ഉൾപ്പെടുത്താവുന്നതാണ്. കുറച്ച് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിലൂടെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഈ ഓയിൽ ഒട്ടും തന്നെ നിർബന്ധമില്ല. ഓയിൽ ഇല്ലാതെ തന്നെയും ഉണ്ടാക്കിയെടുക്കാം. ക്രഞ്ചി ആയിരിക്കുകയും ചെയ്യും. ഇത് നല്ല കുറച്ചൊരു ക്രിസ്പിനെസ്സും ഉണ്ട് കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ട്. അപ്പൊ ഇത് 2 സൈഡും ഇത് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വാങ്ങിയെടുത്ത് സെർവ് ചെയ്യാം. ഇതും സോസിന്റെ കൂടെയോ അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചട്നിയുടെ കൂടെയൊക്കെ തന്നെ സെർവ് ചെയ്യാം. ഞാനിത് ഗ്രീൻ ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അടുത്ത റെസിപ്പി സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടാണ് കേട്ടോ. ചക്കരക്കിഴങ്ങ് കൊണ്ട് ഒരു ടിക്കിയാണ്. ഇതും നല്ല ടേസ്റ്റിയാണ്. അപ്പൊ സ്വീറ്റ് പൊട്ടറ്റോ ടിക്കി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ എടുക്കുക. പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുക. ഏകദേശം എല്ലാ പ്രോസസ്സും ഒരുപോലെ തന്നെ ഉണ്ടാവില്ലേ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, 2 ടീസ്പൂണോളം ഇഞ്ചിയാണ് ചെറുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഒരു പച്ചമുളക് 2 ചെറുതായി അരിഞ്ഞതും ഒരു ഒനിയൻ ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അതിനെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇപ്പൊ അതെല്ലാം സോട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ എപ്പോഴും ഉള്ളി പെട്ടെന്ന് തന്നെ സോട്ടാവും. ഇനി അതിലേക്ക് 1 കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായി ചോപ്പ് ചെയ്യുക കേട്ടോ. ക്യാബേജിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവരുത്. ഇനി ആ ക്യാബേജിലേക്ക് കുറച്ച് നമുക്കൊരു മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഇടാട്ടോ എരിവ്. പച്ചമുളകിന് എരിവുണ്ടായിരുന്നു. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലവണ്ണം മാഷ് ചെയ്തെടുക്കണം. ഇത് നമുക്ക്
ഇതിൽ ആ സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിലും ഇതിന് ഒരുപാട് മധുരമൊന്നും തോന്നിക്കുകയില്ല കേട്ടോ. നമുക്കത് സ്വീറ്റ് പൊട്ടറ്റോ ആണ് ചക്കരക്കിഴങ്ങാണ് എന്നൊന്നും തന്നെ ഫീൽ ചെയ്യില്ല നിങ്ങൾക്ക്. അപ്പൊ ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഓഫ് ചെയ്യാറായി. ഓഫ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എരിവ് പോരാ എന്നുള്ളവർക്ക് എരിവ് ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവോ ഉപ്പോ ഒക്കെ കൂടുതൽ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കാം. അതിന് മുമ്പായിട്ട് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ. തണുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ചൊരു സോഗിനെസ് ഉണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ഓട്സ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓട്സിന്റെ പൊടി ഒരുപാട് പൊടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ആദ്യം ഇതിട്ട് കൊടുത്ത് നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി മതി. പോരായെങ്കിൽ നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഉപ്പ് പോരായെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഉപ്പോ എരിവോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് പുളിയൊന്നും തന്നെ ചേർക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ആക്കിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത് മിക്സ് ആയി വന്നപ്പോൾ പോരാട്ടോ, കുറച്ചും കൂടി വാട്ടർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടിയിട്ട്. അപ്പൊ 3 ടേബിൾ സ്പൂൺ ഓട്സും 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് ടിക്കുകൾ പോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ഇനി കട്ട്ലറ്റിന്റെ ഷേപ്പിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ റൗണ്ട് ആക്കി ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കാനും പറ്റുട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ വെറുതെ വേവിച്ചല്ലേ കഴിക്കുന്നത്. ഇതൊരിക്കൽ ട്രൈ ചെയ്ത് നോക്കൂ. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷായിരിക്കും. ഇനി നമുക്ക് അതിനെ ഒന്ന് കുറച്ച് ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുകയും കൂടി വേണം. അപ്പൊ ആ ഒരു ക്രിസ്പിനെസ്, പുറത്തൊരു ക്രിസ്പിനെസ്സും കൂടി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഓയിൽ ജസ്റ്റ് തേച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശമുള്ളൂ. എല്ലാ സ്ഥലത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. ഒരു ലൈറ്റ് ഓറഞ്ചിഷ് കളറൊക്കെ ആയിട്ട് ഇത് ഉണ്ടാക്കി വരുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നമുക്ക് ആ സ്വീറ്റ് പൊട്ടറ്റോ ആണെന്ന് പോലും നമുക്കിത് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് കണ്ട നല്ല ഓറഞ്ച് കളറിൽ റെഡ് ആയിട്ട് ആ ഭാഗമൊക്കെ ആയി നന്നായി വന്നിട്ടുണ്ട്. ബ്രെഡ് ക്രംസിന്റെ ആ ക്രിഞ്ചിനെസ്സും കൂടി ആകുമ്പോഴേക്കും ഇതൊരു സൂപ്പർ റെസിപ്പി തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കുറച്ച് ഓയിലും കൂടി ഞാൻ മുകളിലൂടെ ഡ്രിസിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇളക്കി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഇനി സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ ടിക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയിലേക്ക് പോവാം നമുക്ക്. അടുത്ത റെസിപ്പി പോഹ ടിക്കിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ അവില് കൊണ്ടുണ്ടാക്കാവുന്ന ഒരു ടിക്കിയാണ്. അതിനായിട്ട് 1 കപ്പ് അവിലാണ് എടുക്കുന്നത്. ഏത് അവില് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിനെ ഒരു 15 മിനിറ്റ് നമ്മളൊന്ന് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴുകി വെള്ളമൊക്കെ വറ്റിച്ചതാണ് ഇത്. അതിലേക്ക് നമുക്ക് ഒരു 15 മിനിറ്റ് കഴുകിയാൽ മതി. 1 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോയും കൂടി ഇട്ട് കൊടുക്കണം നമുക്ക്. ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം വറുത്ത് പൊടിച്ചിട്ടുള്ള നിലക്കടലയുടെ പൊടിയാണ്. ഡ്രൈ റോസ്റ്റ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ കപ്പ് ഒനിയൻ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി. ഇനി ആദ്യം നമുക്ക് കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ട് ആ പൊട്ടറ്റോനെ ഒന്ന് നന്നായി ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനോട് ചേർന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കഴുകി വെച്ചിട്ടുള്ള അവില് വെള്ളം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകി 15 മിനിറ്റ് മുമ്പ് എടുത്ത് വെക്കാനേ പാടുള്ളൂ. ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ. ആ ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒനിയനും ഒരു 2 ഗ്രീൻ ചില്ലിയും കൂടി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണ്ട. 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ആ പീനട്ട് പൗഡർ 3 ടേബിൾ സ്പൂൺ. ഈ പീനട്ട് പൗഡർ ആണ് ഈ ടിക്കിയുടെ മണം നല്ലവണ്ണം കൂട്ടുക കേട്ടോ. പീനട്ട് പൗഡറും കൂടി ഉണ്ടെങ്കിലാണ് ടിക്കിക്ക് ടേസ്റ്റ് കൂടുതൽ. നല്ലവണ്ണം കുറച്ച്
മല്ലിയുടെ ഇലയും കൂടി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഒരു 2 ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാലേ ഇത് നന്നായി ഒന്ന് യോജിക്കുള്ളൂ. കുറച്ച് 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസിനെയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലെമണിന്റെ ഇത് വേണ്ട. ലെമൺ ഇല്ല എങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ആംചൂറിന്റെ പൊടിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം നമുക്ക്. എന്നാലേ ആവിലൊക്കെ നന്നായി ഒന്ന് മിക്സ് ആവുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒരു ടിക്കിയുടെ ഷേപ്പിൽ ഉരുട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഞാൻ പതിവിന് വിപരീതമായി ദോശക്കല്ല് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പാനിന് പകരം ദോശക്കല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം ഇത് എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിനായിട്ട് പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ടിക്കി വേവിക്കാൻ വെക്കാട്ടോ. ടിക്കി എന്നോ കട്ട്ലറ്റ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. വളരെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് നമുക്കെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. വേണമെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാവും. ഒട്ടും തന്നെ ഈ എണ്ണ തന്നെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ. ഇത് ഓയിലിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്നവർക്ക് ഡീപ് ഫ്രൈയും ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറിച്ചിടുന്നുണ്ട്. ഇപ്പൊ ഇതാ റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ. എല്ലാം സൂപ്പറായിട്ട് നല്ല അവിലിന്റെ മണം, അതിൽ ആ പീനട്ടിന്റെ മണമാണ് ഇതിന്റെ ഹൈലൈറ്റ്. അവിൽ ടിക്കിയുടെ എപ്പോഴും അവിൽ കട്ട്ലറ്റ് എന്നോ ടിക്കി എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ് ഈ റെസിപ്പിയും. അപ്പൊ ഇതാ ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ആയിട്ടുണ്ടെങ്കിൽ മറിച്ചിടാം. അപ്പൊ ഇതാ 2 സൈഡും പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ അത് റെഡി ടു സെർവ് ആണ്. ഇതും പുതിന ചട്നിയുടെ കൂടെ അല്ല എങ്കിൽ നിങ്ങൾക്ക് നല്ല എരിവുള്ള എന്തെങ്കിലും ചട്നിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ലെസ് ഓയിൽ ആയിട്ടുള്ള ഈ സ്നാക്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.